ഹായ്. ലോകത്തിലെ ഏറ്റവും വലിയ കായികമേള ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം ഒന്നായിരിക്കും: ലോകകപ്പ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ മത്സരം വരുമ്പോൾ ലോകം മുഴുവൻ ഒരേ വികാരത്തിലാകും. കോടിക്കണക്കിന് ആളുകൾ സ്വന്തം രാജ്യത്തിനായി ആർപ്പുവിളിക്കും. വിജയത്തിൽ ആഘോഷിക്കും, പരാജയത്തിലോ അവർ കണ്ണീർ പൊഴിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെ ലോകകപ്പ് ഏറ്റവും വലിയ കായികമേളയായി മാറി? ആരാണ് ആദ്യ ലോക ചാമ്പ്യന്മാർ? എന്തുകൊണ്ടാണ് ലോകകപ്പ് ഇത്ര ജനപ്രിയമായത്? വെൽക്കം ടു വേൾഡ് കപ്പ് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ലോകകപ്പിന്റെ മുഴുവൻ കഥയും അറിയാം. ഓക്കെ, അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണൂ. 1930 ലോക ഫുട്ബോളിന്റെ ചരിത്രം മാറ്റിമറിച്ച ഒരു സംഭവം നടന്നു. ആദ്യ ലോകകപ്പ് ഘടിപ്പിക്കപ്പെട്ടു. ആദ്യ ലോകകപ്പിന് ആതിഥേയം വഹിച്ചത് തെക്കേ അമേരിക്കയിലെ ഉറുഗ്വേ ആയിരുന്നു. അന്ന് ഇന്നത്തെ പോലെ വലിയ സ്റ്റേഡിയങ്ങളോ ആധുനിക സാങ്കേതിക വിദ്യകളോ ഉണ്ടായിരുന്നില്ല. വെറും 13 രാജ്യങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. എന്നാൽ ആ ചെറുതുടക്കം പിന്നെ ലോകത്തെ ഏറ്റവും വലിയ കായികമേളയായി വളർന്നു. ഫൈനലിൽ ഉറുഗ്വേ അർജന്റീനയെ തോൽപ്പിച്ച് ആദ്യ ലോക ചാമ്പ്യന്മാരായി. ഇന്ന് ചരിത്ര പുസ്തകങ്ങളിൽ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഇവിടെ ഒരു ചെറിയ കാര്യം: ഇത്തരത്തിലുള്ള ചരിത്രങ്ങളും ലോകത്തിന്റെ വിവരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേൾഡ് കപ്പ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് വീഡിയോ തുടരാം. ലോകകപ്പിൽ പങ്കെടുക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും നേരിട്ട് ലോകകപ്പിൽ കളിക്കാൻ സാധിക്കില്ല. ആദ്യം യോഗ്യതാ മത്സരങ്ങൾ നടക്കും. വർഷങ്ങളോളം നിലനിൽക്കുന്ന ഈ മത്സരങ്ങളിൽ വിജയിക്കുന്ന രാജ്യങ്ങൾക്കാണ് ലോകകപ്പിൽ പ്രവേശനം ലഭിക്കുന്നത്. ശേഷം ഗ്രൂപ്പ് ഘട്ടം, അതിനുശേഷം നോക്കൌട്ട് ഘട്ടം, അവസാനം 2 ടീമുകൾ മാത്രം ഫൈനലിലേക്ക് എത്തും. ആ ഫൈനൽ മത്സരത്തിൽ ജയിക്കുന്ന ടീമാണ് ലോക ചാമ്പ്യൻ. ലോകകപ്പിന്റെ ചരിത്രത്തിൽ നിരവധി ഇതിഹാസങ്ങൾ ജനിച്ചു. പെലെ, മറഡോണ, ലയണൽ മെസ്സി, റൊണാൾഡോ. ഈ പേരുകൾ ഉള്ള ആരാധകർ ഒരിക്കലും മറക്കില്ല. ബ്രസീലിന്റെ പെലെ 3 ലോകകപ്പുകൾ നേടിയ ഏകതാരമാണ്. അർജന്റീനയുടെ മറഡോണ 1986 ലോകകപ്പിൽ നടത്തിയ പ്രകടനം ഇന്നും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി കാണപ്പെടുന്നു. ലയണൽ മെസ്സി വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷം ലോകകപ്പ് നേടി തന്റെ സ്വപ്നം പൂർത്തിയാക്കി. റൊണാൾഡോ ലോക ഫുട്ബോളിലെ ഏറ്റവും ജനപ്രിയ താരങ്ങളിൽ ഒരാളായി മാറി. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ രാജ്യം ബ്രസീലാണ്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ഇന്ന് റെക്കോർഡ് നിലനിർത്തുന്നു. ജർമ്മനി, ഇറ്റലി, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളും ലോകകപ്പിൽ തങ്ങളുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. ഓരോ ലോകകപ്പിലും പുതിയ ചരിത്രങ്ങൾ ജനിക്കുന്നു, പുതിയ താരങ്ങൾ ഉയർന്നു വരുന്നു, പഴയ റെക്കോർഡുകൾ തകർന്നു വീഴുന്നു. ലോകകപ്പിൽ നടന്ന ചില സംഭവങ്ങൾ എന്നും ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നു. ചില മത്സരങ്ങൾ അവസാന നിമിഷ ഗോളുകളുടെ വിധി കണ്ടിട്ടുണ്ട്. ചില ടീമുകൾ അപ്രതീക്ഷിതമായി പുറത്തായിട്ടുണ്ട്. ചില രാജ്യങ്ങൾ മുഴുവൻ രാത്രി ഉറങ്ങാതെ ഫൈനൽ കണ്ടിട്ടുണ്ട്. ഒരു ഗോൾ വീഴുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന കാഴ്ച ലോകകപ്പിൽ മാത്രമാണ് കാണാൻ കഴിയുക. ലോകകപ്പ് ഇത്രയും ജനപ്രിയമാകാൻ കാരണം അത് ഒരു കളി മാത്രമല്ല എന്നതാണ്. അത് ഒരു രാജ്യത്തിന്റെ അഭിമാനമാണ്, കളിക്കാരുടെ ജീവിത സ്വപ്നമാണ്, ആരാധകരുടെ വിചാരമാണ്. ചിലർക്കത് സന്തോഷമാണ്, ചിലർക്കത് കണ്ണീരാണ്. പക്ഷേ എല്ലാവർക്കും അത് ഒരു പ്രത്യേക അനുഭവമാണ്. 2026 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പായിരിക്കും. 40 രാജ്യങ്ങൾ പങ്കെടുക്കും. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. കൂടുതൽ ടീമുകൾ പങ്കെടുക്കുന്നതിനാൽ കൂടുതൽ ആവേശകരമായ മത്സരങ്ങൾ ആരാധകർക്ക് കാണാൻ സാധിക്കും. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് ലോകകപ്പ് ഒരു മത്സരം മാത്രമല്ല, അത് ഒരു വികാരമാണ്. ഒരു രാജ്യം മുഴുവൻ ഒരുമിച്ച് സ്വപ്നം കാണുന്ന സമയമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ലോകകപ്പ് ടീം ഏതാണ്? കമന്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുക. കൂടാതെ വേൾഡ് കപ്പ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.